ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും ശർക്കരയും ക്യാരറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന, നമുക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ്. ഒരു പുതിയ രുചിയിൽ പുതിയൊരു റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞ പോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2 കപ്പോളമുള്ള ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. അപ്പം ഞാനിവിടെ എടുക്കുന്ന മെഷർമെൻറ്റ് കപ്പ് എന്ന് പറയുന്നത് 200 ml മെഷർമെൻറ്റ് കപ്പാണ്. അങ്ങനെ മെഷർമെൻറ്റ് കപ്പ് വേണമെന്നൊന്നുമില്ല. 2 കപ്പ് നിങ്ങളുടെ വീട്ടിൽ എന്ത് കപ്പാണോ ഉള്ളത്, നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ അങ്ങ് കുഴയ്ക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതൊരു പലഹാരം എന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് കൊണ്ട് നെയ്യാണ് ഏറ്റവും രുചിയായിട്ടുള്ളതും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 2 ടീസ്പൂണോളമുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോളമുള്ള നെയ്യും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിലുള്ള ചെറു ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ചെറു ചൂടുവെള്ളം ഇതിനകത്തൊരു കണക്ക് ഞാൻ പറയുന്നില്ല. അത് നമ്മുടെ ആ ഒരു ചപ്പാത്തി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. മാവ് അത്യാവശ്യം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഇത് കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റാണ് കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് കുറച്ചും കൂടെ സൗകര്യം, നന്നായിട്ട് കുഴയ്ക്കാൻ. അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് കുഴച്ച് കഴിഞ്ഞ് മാറ്റി വയ്ക്കുകയാണ് പതിവ്. എന്നാൽ ഇനി അങ്ങനെ ചെയ്യാതെ ഇതുപോലെ ഒരു 2-3 മിനിറ്റ് എക്സ്ട്രാ എടുത്തിട്ട് നന്നായിട്ട് കുഴയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തി, രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി വൈകുന്നേരം വരെ നല്ല സോഫ്റ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ അതിന് ഇതുപോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മളതൊരു എക്സ്ട്രാ 3 മിനിറ്റ് എടുത്ത് കുഴച്ചതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ കണ്ടില്ലേ, ഞാനൊന്ന് വിരൽ വയ്ക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് ഇതൊരു ചപ്പാത്തി പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ഫില്ലിങ് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഫില്ലിങ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതാവുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഒരു 5-10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ 4 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ തൊലി കളഞ്ഞിട്ടുള്ള ക്യാരറ്റ് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് വളരെ കുറച്ച് സ്പീഡിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ക്രഷ് ചെയ്യാന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഗ്രേറ്ററിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗ്രേറ്ററിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിലും ചെറുതായിട്ടൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ ഫില്ലിങ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പക്ഷെ ഞാനിന്ന് അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ അല്ലാതെ കാണിക്കാം. അപ്പോൾ ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളമുള്ള നെയ്യൊന്ന് ഒഴിച്ചിട്ടുണ്ട്. നെയ്യാണ് ഇതിൻ്റെ രുചി കേട്ടോ. അപ്പോൾ നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഞാൻ അല്പം കശുവണ്ടി, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. കശുവണ്ടി കൂടാതെ നിങ്ങൾക്ക് ബദാമൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ഉണക്കമുന്തിരിയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിന്നിപ്പോൾ ഇവിടെ ഒരു കശുവണ്ടി മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴിച്ചെടുക്കാം. കശുവണ്ടിയൊക്കെ ഇപ്പോൾ ഇവിടെ ചെറുതായിട്ടൊക്കെ നിറം മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ഇട്ട് കൊടുത്ത് നമുക്ക് 1 മിനിറ്റ് സമയമെടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ടൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പോളം ഉള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-6 മിനിറ്റ് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഈ ഒരു ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിനകത്തോട്ട് മധുരത്തിനായിട്ട് ചേർക്കുന്നത് ശർക്കരയാണ്. ഞാൻ 1 കപ്പോളമുള്ള ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ശർക്കര ആയതുകൊണ്ട് അതിനകത്ത് കല്ലും അങ്ങനത്തെ മുള്ളോ അല്ല പൊടിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. മുള്ളല്ല കേട്ടോ, കല്ലും പൊടിയൊന്നുമില്ല. അപ്പം ഞാൻ അതുകൊണ്ടാണ് നേരിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് ശർക്കരപ്പാനി ആയിട്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒന്ന് അരിച്ചിട്ടാണെങ്കിലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഈ ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ശർക്കര നന്നായി ഉരുകി വന്ന് ആ ശർക്കരയൊക്കെ ഈ ഒരു ക്യാരറ്റിലൊക്കെ നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ഈ ഒരു
കാടമം, അതായത് ഏലക്കയുടെ ഒരു ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഏലക്ക 1-2 ഏലക്കയുടെ കുരു ഒന്ന് നമുക്ക് പൊടിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ടോ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ഞാനിന്ന് ഏലക്ക ചേർക്കാൻ മറന്നതല്ല, ഏലക്ക തീർന്നു പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏലക്ക എനിക്ക് ചേർക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും ടേസ്റ്റൊക്കെ തന്നെയാണ്. പക്ഷേ ഏലക്കയുടെ ഇച്ചിരി ഒരു ഫ്ലേവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ഡബിൾ ടേസ്റ്റിൽ വരും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ശർക്കര പാനി ഇങ്ങനെ ശർക്കരയുടെ വെള്ളമൊക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടെ വറ്റട്ടെ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ശർക്കരയുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി ഡ്രൈ ആക്കി എടുക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കിത് ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ശർക്കര വേണ്ടതിന് പകരം പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ശർക്കര ചേർത്ത സമയത്ത് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഞാനിതൊരു പാത്രത്തിനകത്തോട്ട് ഒന്ന് മാറ്റിയെടുത്തിട്ട് വരാം. നമ്മുടെ ക്യാരറ്റ് ഫില്ലിങ് ഇവിടെ റെഡിയാണ്. ഇത് തന്നെ കഴിക്കാൻ നല്ല സ്വാദാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ മേലെ അല്പം ഈ ഒരു അവല് പൊടിച്ചിട്ട് ഇതിനകത്ത് ചേർത്തിട്ട് ഒന്ന് ഒരു ഉണ്ട പോലെ പിടിച്ചെടുത്തെന്നാലും നല്ല സ്വാദായിരിക്കും. അതും നല്ല ഡിഷ് തന്നെയാണ്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ മാവ് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല സോഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തത് കൊണ്ട് നല്ല സോഫ്റ്റാണ്. ഇനി നമുക്ക് ചപ്പാത്തിക്കൊക്കെ മാവ് പരത്തുന്നത് പോലെ അത്രയും വലിപ്പത്തിലല്ല ഞാൻ ഇവിടെ പരത്തുന്നത്. ഞാനൊരു ഇച്ചിരി വട്ടം വളരെ ചെറുതായിട്ടാണ് ഞാൻ എടുത്തത്. ഇതൊരു സ്നാക്ക് പോലെയാണ്. നമ്മളൊരു പഫ്സിൻ്റെ പോലെ പഫൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എഗ് പഫ്സ് ഒക്കെ ഉണ്ടാക്കില്ലേ, അതിൻ്റെയൊക്കെ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇതൊരു ചെറിയൊരു വട്ടാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു വട്ടത്തിന് ഈ ഒരു വലിപ്പം ഞാൻ എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതിനകത്തോട്ടാണ് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അത് ഞാൻ നടുവെയാണ് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫില്ലിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെക്കാം. അതിനുശേഷം അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് സീൽ ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി ഭംഗിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഫോർക്ക് ഉണ്ടല്ലോ, ഈ ഒരു സ്പൂൺ ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കും. അത് മാത്രമല്ല കാണാനും ഒരു ഡിസൈനും കൂടിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പഫ്സ് അല്ല കേട്ടോ, അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ്. ഇതിന് പേരൊന്നുമില്ല, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇത് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞാനിതിൻ്റെ ബാക്കും കൂടെ ചെറുതായിട്ടൊന്ന് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കും ഫ്രണ്ടും ഒരു രണ്ട് വട്ടം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തെന്നാൽ ഇതിനകത്തുള്ള ഫില്ലിംഗ് ഒന്നും ഒരു കാരണവശാലും പുറത്ത് പോകത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് അത് വരിക. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇച്ചിരി വലിപ്പം കൂടുതലാണ് നിങ്ങൾക്ക് ഇത്. പക്ഷേ ഞാനിത് 2-3 ഒക്കെ ആയിട്ട് മുറിച്ചിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറ്. ഇത് മധുര പലഹാരം ആയതുകൊണ്ട് ഒത്തിരി കുഞ്ഞുങ്ങളങ്ങ് കഴിക്കത്തില്ല, അവർ പെട്ടെന്ന് അങ്ങ് മടുത്തു പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇത് കുഞ്ഞിതായിട്ട് പരത്തി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതേ സൈസിലുണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതും കൂടി ഒന്ന് എടുത്തിട്ട് വരാം. അതുപോലെ തന്നെ ഇത് നമുക്കൊരു ചപ്പാത്തി പരുവത്തിനും ഉണ്ടാക്കാൻ പറ്റും. അതും ഞാൻ കാണിക്കാം എങ്ങനെയാണ്. അപ്പോൾ ചപ്പാത്തി പോലെ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് പരത്തെടുത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു കുഞ്ഞൊരു കുഴിയാക്കി എടുക്കുക. ഇനി അതിനകത്തോട്ട് നമുക്ക് ഫില്ലിംഗ് വെക്കാം. അത് 1-2 ടീസ്പൂണോളമുള്ള ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സൈഡെല്ലാം ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്തിട്ട് ഞാൻ കാണിക്കുന്നത് പോലെ, ഞാനിപ്പോൾ ഈ പറയുന്നതിനേക്കാളും നല്ലത് കാണിക്കായിരിക്കും. നമ്മളിങ്ങനെ മടക്കി എടുത്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ കുറച്ചിങ്ങനെ എക്സ്ട്രാ വരത്തക്ക രീതിയിൽ അങ്ങനെ ഒരു കിഴി പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മേലെ വരുന്ന എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഉള്ളിലായിട്ടുള്ള ചപ്പാത്തിയും ഇവിടെ റെഡിയാണ്. ഇത് നമ്മൾ സാധാരണ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ ലഞ്ച് ബോക്സ് ആയിട്ട് കൊടുത്തുവിടുകയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇത് 3 ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് 2 ആ ഒരു പഫ്സിൻ്റെ പോലെയും 1 ഒരു ചപ്പാത്തി പോലെയും. അപ്പോൾ നമുക്ക് ആദ്യം ആ പഫ്സ് പോലത്തെ ആ ഒരു ഷേപ്പിലുള്ളത് നമുക്കൊന്ന് ആദ്യം ഇങ്ങനെ ശരിയാക്കി എടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഒരു പാനാണ്, ഫ്രൈങ് പാൻ. ഇതിനകത്തോട്ട് ഞാൻ നെയ്യൊന്ന് ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെയല്ല, ആവിയിൽ വേണമെന്നുണ്ടെങ്കിലും വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ ആവി കയറ്റി എടുക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ ഒരു നല്ല ക്രിസ്പി ആയിട്ടൊക്കെ തോന്നിയിട്ടുള്ളത് നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ വളരെ ചെറിയ നെയ്യ് മാത്രം മതിയാവും ഇതിന്. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ കുറച്ച് നെയ്ക്കകത്തോട്ട് ബ്രഷ് ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ ഒന്ന്
ഒന്ന് നമ്മൾ തൂത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിതായി കിട്ടും കേട്ടോ. കാരണം ഉള്ളിലത്തെ ഫില്ലിങ് വേവേണ്ട കാര്യമില്ല, അത് ഓൾറെഡി വെന്തതാണ്. നമുക്ക് ആ ഒരു ചപ്പാത്തിയൊക്കെ ഒന്ന് വേവേണ്ട ഒരു സമയം മാത്രം മതി. നമുക്കറിയാം ചപ്പാത്തിക്കൊന്നും അധികം ഒന്നും സമയം വേണ്ട വേവാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ മാറി തുടങ്ങുമ്പോഴത്തേക്കും ആ ഒരു ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം. ഇതാ ഇവിടെ 2 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അതാ നമ്മുടെ ഈ ഒരു പഫ്സ് പോലത്തെ ഒരു സ്നാക്ക് ഇവിടെ റെഡിയാണ്. നല്ല സ്വീറ്റ് പഫ് എന്ന് വേണമെങ്കിൽ പറയാം. അതിവിടെ റെഡിയാണ്. ഇതാ കാണാനും നല്ല ഭംഗിയാണ്, നല്ല ക്രിസ്പിയാണ്, എന്നാൽ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല മധുരമുള്ളൊരു ഒരു സ്വീറ്റ് പഫാണ്. അപ്പം നമുക്കിതാ ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു ചപ്പാത്തി പോലെ ഉണ്ടാക്കിയത് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതാ നമ്മുടെ ചപ്പാത്തിയിലുള്ള ആ ഒരു ഫില്ലിങ്ങും ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിതൊന്ന് കാണിക്കാം ഇതിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെ ഇരിക്കണേ എന്നുള്ളത്. അപ്പോൾ ആദ്യം ഇതൊന്ന് മുറിച്ച് നോക്കാം. ഇത് കണ്ടോ, പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, അകമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും. അപ്പോൾ ഒന്ന് ഞാൻ കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിനും കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, ഡിഷാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.